റൂപേ ക്രെഡിറ്റ് കാർഡുകൾക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ഈ റൂപേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ വേരിയന്റിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പോലും റൂപേ വേരിയന്റിൽ ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. UPI മെർച്ചന്റ് പേയ്മെന്റ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൂപേ കാർഡുകളാണ്. ഈ റൂപേ നെറ്റ്വർക്കിന് ഏക എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൂപേയുടെ ഏക നെറ്റ്വർക്കിൽ വരുന്ന കാർഡുകളെ കുറിച്ചാണ്. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നിങ്ങൾ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, മാൽദീവ്സ്, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ട്രാവൽ വ്ളോഗ്സ് കാണാൻ സാധിക്കും. ഈ ട്രാവൽ വ്ളോഗ്സിലെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരു സംഗതി എന്തെന്നാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ് ആൻഡ് പോയിന്റ്സ് ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ പാസ്പോർട്ടിലേക്ക് ഒരു യാത്രയിൽ ഉപയോഗിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത്. ഫ്രീ ഫ്ലൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആവാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ട്രാവൽ വ്ളോഗ്സിൽ കാണാൻ സാധിക്കും. ആൻഡ് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൂപേ നെറ്റ്വർക്കിൽ വരുന്ന ഏക ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ്. നിലവിൽ 4 ബാങ്കുകൾ റൂപ ഏക നെറ്റ്വർക്കിൽ വരുന്ന ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഏക ക്രെഡിറ്റ് കാർഡ്സുകളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏക ക്രെഡിറ്റ് കാർഡ്സിന്റെ ഒരു ഗ്ലിംസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ 1 get 1 എന്നുള്ള രീതിയിൽ ബുക്ക് മൈ ഷോയിൽ 500 റുപ്പീസ് പ്രീമിയം വിസ സർവീസ് ഉണ്ട്. അതുകൂടാതെ കോംപ്ലിമെന്ററി ഗോൾഫ് റൗണ്ട്സ് ആൻഡ് ലെസൺസ് ഉണ്ട്. ഹോട്ടൽ ലക്സിന്റെ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. ITC ഹോട്ടൽസ് 2+1 സ്റ്റേസ്, അതായത് ഡൈനിങ്, സ്പാ തുടങ്ങിയ ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ബെനിഫിറ്റ് ആണ്. ബുക്ക് മൈ ഷോ എന്ന ആപ്പിലൂടെ നമുക്ക് ഒരു ടിക്കറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു ടിക്കറ്റ് ഫ്രീ എന്നുള്ള രീതിയിൽ ബോഗോ ബൈ 1 get 1 എന്നുള്ള രീതിയിൽ നമുക്ക് 500 രൂപ വരെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനകത്ത് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഹൈ എൻഡ്, അതായത് ഇപ്പോൾ PXL ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ IMAX ആണെന്നുണ്ടെങ്കിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം 500 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ് എബോ ആയിരിക്കുമല്ലോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ പ്രീമിയം ആയിട്ടുള്ള നമുക്കൊരു മൂവി എക്സ്പീരിയൻസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് മാത്രം നമുക്ക് വർഷത്തിൽ 6000 രൂപയുടെ ലാഭം ഉണ്ടാവുന്നുണ്ട്. ITC ഹോട്ടൽ ഗ്രൂപ്പായിട്ട് ടൈപ്പ് ആയിട്ട് ഏക നെറ്റ്വർക്ക് നൽകുന്ന കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ITC ഹോട്ടൽ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഹോട്ടൽ ലോയൽറ്റി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ITC ഹോട്ടൽ ഗ്രൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ITC ഹോട്ടലിൽ നിങ്ങൾ 2 ദിവസം താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 നൈറ്റ് താമസിക്കുകയാണെങ്കിൽ 3-ാമത്തെ നൈറ്റ് ഫ്രീ ആവുന്ന രീതിയിലുള്ള ഒരു ഓഫർ ഏക നെറ്റ്വർക്കിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ താമസിക്കുമ്പോൾ തന്നെ 1+1 ഡൈനിങ് ഓഫർ ഉണ്ട്. ഡൈനിങ് ഓഫറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്സിലെല്ലാമാണ് നമുക്ക് സെറ്റ് മെനുവിൽ 1+1 എന്നുള്ള രീതിയിൽ ഡൈനിങ് ഓഫേഴ്സ് ലഭിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ITC ഹോട്ടലിലെ സ്പാ 1+1 തെറാപ്പി എന്നുള്ള രീതിയിൽ ഓഫർ ഉണ്ട്. ഈ സ്പാ സെഗ്മെന്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സമയമായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതല്ല അതൊരു ഹോട്ടലിൽ പോയി ജസ്റ്റ് ഒരു സ്പാ എടുക്കാം എന്നുള്ള രീതിയിൽ നടക്കില്ല. നമ്മൾ ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ സ്പാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെയുള്ള വാക്ക് ഇൻ സർവീസ് നമുക്ക് ലഭ്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഹോട്ടൽ ലക്സ് മെമ്പർഷിപ്പ് ആണ്. ഇപ്പോൾ ഈ ഹോട്ടൽ ലക്സ് മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ലക്സ് മെമ്പർഷിപ്പ് മുഖേന നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, റൂം അപ്ഗ്രേഡ് ഉണ്ട്, ഏർലി ചെക്ക് ഇൻ ഉണ്ട്, ലേറ്റ് ചെക്ക് ഔട്ട് ഉണ്ട്. അതുകൂടാതെ സ്പാ ക്രെഡിറ്റ് ആയിട്ട് $250 വരെ ലഭിക്കുന്നുണ്ട്. പിന്നെ റൂപേ സൂപ്പർ പ്രീമിയം കാർഡ് ഹോൾഡേഴ്സിന് ഒരു 1 ടൈം ബോണസ് എന്നുള്ള രീതിയിൽ ഈ ഹോട്ടൽ ലക്സ് പോയിന്റ്സിന്റെ 1000 അല്ലെങ്കിൽ 2000 പോയിന്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100 അല്ലെങ്കിൽ $200 ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഹോട്ടൽ ലക്സ് എലീറ്റ് പ്ലസ് മെമ്പർഷിപ്പ് എന്നാണ്. അപ്പോൾ ഹോട്ടൽ ലക്സ് പ്രോഗ്രാം എന്താണ്, അതിന്റെ ഈ പാക്കേജ് എലീറ്റ് പ്ലസ് എന്ന് പറഞ്ഞ പാക്കേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കാം. അപ്പോൾ ഹോട്ടൽ ലക്സ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത്. ഹോട്ടൽ ലക്സിനെ കുറിച്ചുള്ള പ്രോഗ്രാമിനെ കുറിച്ച്, ഡൈനേഴ്സ് ക്ലബിന്റെ കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണാം. അപ്പോൾ അവരുടെ എലീറ്റ് പ്ലസ് മെമ്പർഷിപ്പിനെ കുറിച്ചാണല്ലോ നമുക്ക് അറിയേണ്ടത്. അതിന് ഈ ആനുവലി $499 ഇത്രയും വിലയുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ റൂപയുടെ ഏക നെറ്റ്വർക്കിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇവരുടെ ഹോട്ടൽ പാർട്ട്നേഴ്സ് ഹാത്ത്, മാരിയറ്റ്, ഹിൽട്ടൺ, IHG, അക്കോർ, നൈസ്, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിത് കുറേയൊക്കെ നമ്മൾ കേൾക്കാത്ത കുറച്ച് ബ്രാൻഡുകളാണ്. എന്നാലും ഹയാത്ത്, മാരിയറ്റ്, IHG, ഹിൽട്ടൺ, അക്കോർ ഇത് തന്നെ നമുക്ക് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഇത്രയും ഇതായിട്ട് ടൈപ്പുള്ള ഒരു ഹോട്ടൽ ലക്സിന്റെ മെമ്പർഷിപ്പാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹോട്ടൽ ലക്സ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി അടുത്ത ബെനിഫിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ക്യൂറേറ്റഡ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് വൺ വാസ്കോ എന്ന കമ്പനിയുടെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സർവീസസ് ആണ്. ഇപ്പോൾ വിസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ VFS ഗ്ലോബൽ എറണാകുളത്ത് രവിപുരത്തുണ്ട്. ഇപ്പോൾ VFS ഗ്ലോബലിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാർക്കിംഗ് അല്ല, കുറേ നേരം മുമ്പ് തന്നെ ചെല്ലണം. അവിടെ ഒരു ലോഞ്ച് കാര്യങ്ങളൊന്നും, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സംഭവമാണ് VFX ഗ്ലോബൽ. അപ്പോൾ ഈ വിസ സർവീസസിന് വൺ വാസ്കോ ത്രൂ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പ്രീമിയം ലൗഞ്ച് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിസ സർവീസസിൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്.
റൂപേ ഏക്ക ഓഫർ ചെയ്യുന്ന അടുത്ത കോംപ്ലിമെന്ററി ഓഫർ എന്ന് പറയുന്നത് ഗോൾഫ് കോഴ്സ് ആൻഡ് ഗോൾഫ് ലെസൺസ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാസ്റ്റർ കാർഡ് ആയിരുന്നു ഇത്രയും കാലം ഗോൾഫ് കോഴ്സ് അല്ലെങ്കിൽ ഗോൾഫ് ലെസൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാസ്റ്റർ കാർഡിന് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് റൂപ ഏക്ക നെറ്റ്വർക്കും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, റൂപയുടെ ഏക്ക നെറ്റ്വർക്കിലുള്ള ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബാങ്കുകളാണ് ടൈപ്പ് ആയിട്ടുള്ളത്, ആ ബാങ്കുകളുടെ ഏതൊക്കെ ക്രെഡിറ്റ് കാർഡാണ്, ഇതിന്റെ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്രയാണ്. കാരണം ഓരോ കാർഡും ഓരോ ജോയിനിങ് ആൻഡ് ഓരോ ആനുവൽ ഫീ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ റൂപയുടെ ഏക്ക എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്കാണ് ഇത് ഈ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം. റൂപേ ഏക്ക ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ബൈ വൺ ഗെറ്റ് വൺ, നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചു. ട്രസ്റ്റഡ് പ്രൊട്ടക്ഷൻ, ഓക്കെ. ഗ്ലോബൽ കോൺസിഡേജ്, ഓക്കെ. എമർജൻസി ക്യാഷ് ആൻഡ് ഗ്രീൻസ് ആൻഡ് ഗ്രാൻഡ്യൂർ, ഇത് ഗോൾഫ് കോഴ്സിനെ കുറിച്ചാണ്. ട്രാവൽ, വീസ ആൻഡ് സർവീസസിനെ കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രീമിയം ഓഫറിംഗ് ആണ് ഇവർ നമുക്ക് നൽകുന്നത്. ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ അപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൈൻ അപ്പ് ഓപ്ഷനിൽ നമ്മൾ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ റൂപേ ഏക കാർഡ് പ്രോഗ്രാം സർവീസസിൽ നമുക്ക് ഏതൊക്കെ ബാങ്കാണെന്ന്, ഇപ്പോൾ നിലവിൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെലസ്റ്റിയ റൂപേ ഏക കാർഡ്, നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് റൂപേ ഏക ക്രെഡിറ്റ് കാർഡ്, അതാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ PNB, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആൻഡ് യൂണിയൻ ബാങ്കിൻ്റെ നെക്സ്റ്റ് ഏരിയ, അതിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നിലവിൽ ഈ 4 ബാങ്കുകളാണ് റൂപയുടെ ഏക്ക നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള കാർഡുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൽ ഇന്ത്യൻ ഓവർസീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡ് പുതിയ കാർഡാണ്, അത് ലോഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള 3 കാർഡുകളെ കുറിച്ച് നോക്കാം. ഇതിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാർഡ് എന്നുള്ള രീതിയിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെലസ്റ്റിയ ക്രെഡിറ്റ് കാർഡാണ്. അതിന്റെ ജോയിനിങ് ഫീ 5000 രൂപ പ്ലസ് GST, ആനുവൽ ഫീയും 5000 രൂപ പ്ലസ് GST ആണ്. മൂവി, ട്രാവൽ, ഡൈനിങ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. നമുക്ക് ഇതിന്റെ റിവാർഡ് ടൈപ്പ്, നമുക്ക് കിട്ടുന്നതെല്ലാം റിവാർഡ് പോയിന്റ്സ് ആണ്. അതുകൂടാതെ അതിന് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ലക്ഷൂറ എന്ന് പറയുന്ന റൂപേ മെറ്റൽ ക്രെഡിറ്റ് കാർഡാണ്. ഇതിന് ജോയിനിങ് ഫീ 9000 rupees പ്ലസ് GST ആണ്. ആനുവൽ ഫീ 7500 പ്ലസ് GST ആണ്. മൂവി, ട്രാവൽ, ഡൈനിങ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. റിവാർഡ് ടൈപ്പ് വരുന്ന റിവാർഡ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ വെൽക്കം ബെനിഫിറ്റ്സ് ആയിട്ട് 40,000 റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ കാർഡുകളിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി മൂന്നാമത്തെയും ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള കാർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യൂണിയൻ ബാങ്ക് നെക്സ്റ്റോറിയ ക്രെഡിറ്റ് കാർഡ്. ഇതിന്റെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത് 12,499 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീയും അത് തന്നെയാണ് വരുന്നത്. ട്രാവലിനും ഷോപ്പിങ്ങിനും ബെസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അപ്പൊ ഇത്രയും കാർഡുകളാണ് നിലവിൽ റൂപയുടെ ഏക്ക നെറ്റ്വർക്കിൽ വരുന്നത്. കൂടാതെ ക്രെഡിന്റെ ഒരു സൂപ്പർ പ്രീമിയം കാർഡ് കൂടിയുണ്ട്. ഈ കാർഡുകളുടെ എല്ലാം സെപ്പറേറ്റ് റിവ്യൂ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അതിനനുസരിച്ച് ഓരോരോ കാർഡുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആൻഡ് ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് റൂപയുടെ ഏക്ക നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ്, പോയിന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഒരു യാത്രയിൽ ഹെൽപ്പ് ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാശ് സേവ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.